നിങ്ങളിൽ പല കുട്ടികൾക്കും അല്ലെങ്കിൽ പൊതുവെ ആളുകൾക്കും ഒരുപക്ഷെ ഈ കാര്യം അറിയില്ലായിരിക്കും. 90% യുവാക്കളും 50% യുവതികളും മാസ്റ്റർബേഷൻ എന്ന കെണിയിൽ അകപ്പെട്ടിട്ടുണ്ട്. ഈ വീഡിയോയുടെ തംബ്നെയിലോ ടൈറ്റിലോ കണ്ടാണ് നിങ്ങളിത് തുറന്നതെങ്കിൽ നിങ്ങളും അതിലൊരാളാണെന്നും എവിടെയെങ്കിലും ഈ കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണെന്നും എനിക്ക് 100% ഉറപ്പാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു ലഹരിക്ക് അടിമയായ വ്യക്തിക്ക് സമാനമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കാൻ കഴിവുള്ള ഒരു ദുശ്ശീലമാണ്. പല കേസുകളിലും ഇതിനേക്കാൾ പ്രശ്നകരമായ മോശം സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നുപോകുന്നത്. പക്ഷേ ഈ വീഡിയോയിൽ ഈ കെണിയിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു അന്തിമ പരിഹാരം ഞാൻ നിങ്ങൾക്ക് മുന്നോട്ട് വെക്കുന്നുണ്ട്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം സത്യസന്ധമായി എനിക്കറിയണം. നിങ്ങൾക്ക് ഈ ഒരു ശീലം ഒരു അഡിക്ഷൻ ആണെന്ന് തോന്നുന്നുണ്ടോ, അതോ ഇത് വളരെ സാധാരണമായ ഒരു കാര്യമല്ലേ എന്ന് ചിന്തയാണോ? ചില ആളുകൾക്ക് ശരീരത്തിൽ കൊഴുപ്പ് കൂടുതലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്നാൽ മറ്റു ചിലർക്ക് തങ്ങളുടെ ശരീരത്തിൽ കൊഴുപ്പുണ്ടെന്നും ഇത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണെന്നും അറിയാം. കുറഞ്ഞ പക്ഷം ഇത് തങ്ങൾക്ക് ദോഷകരമാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഈ കെണിയിൽ അകപ്പെട്ടിരിക്കുന്നത് ശരിക്കും മോശമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഇത്രയെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ കോമന്റ് സെക്ഷനിൽ ഐ കെയർ എന്നെഴുതുക. എങ്കിൽ മാത്രമേ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാകൂ. കാരണം പോൺ അഡിക്റ്റുകളായ അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ കെണിയിൽ അകപ്പെട്ടവർക്ക് തങ്ങൾ ചെയ്യുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് മിക്കവാറും അറിയില്ല. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഞാനിവിടെ വീഡിയോ പ്രധാനമായും കൗമാരക്കാരെ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നതെങ്കിലും നിങ്ങളിൽ ആർക്കും ഇത് സ്വന്തം ജീവിതവുമായി ബന്ധപ്പെടുത്താൻ കഴിയും. നിങ്ങൾ ആരെങ്കിലും സ്കൂളിലോ കോളേജിലോ പോകുമ്പോൾ രാവിലെ തിരക്കിലായിരിക്കും. ഉണർന്നു, ബാഗ് തയ്യാറാക്കി, കോളേജിൽ പോകുന്നു, പ്രഭാത ഭക്ഷണം കഴിക്കുന്നു, അവിടെ പഠനത്തിലോ മറ്റു ജോലികളിലോ മുഴുകുന്നു. സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും തിരികെ വരുമ്പോൾ പതിയെ ക്ഷീണിക്കാൻ തുടങ്ങുന്നു. ഒരുതരം ആസക്തി അവരെ അലട്ടാൻ തുടങ്ങുന്നു. ഈ ആസക്തിയെ നിയന്ത്രിക്കാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കുമെങ്കിലും പിന്നീട് നിങ്ങൾ ഇൻസ്റ്റഗ്രാം തുറക്കുന്നു. ഇൻസ്റ്റഗ്രാം ഫീഡിൽ നിങ്ങൾക്ക് ഈ ആസക്തിയെ 10 ഇരട്ടി വർദ്ധിപ്പിക്കുന്ന എന്തെങ്കിലും കാണാൻ സാധിക്കുന്നു. തുടർന്ന് നിങ്ങൾ മറ്റ് വെബ്സൈറ്റുകളിലേക്ക് പോകുന്നു, ഗൂഗിൾ ക്രോം പോലുള്ളവ. അവിടെ നിങ്ങളുടെ ഈ ആസക്തിയെ ശമിപ്പിക്കുന്ന വെബ്സൈറ്റുകൾക്കായി തിരയുന്നു. സത്യം പറഞ്ഞാൽ ഈ ആസക്തി ഇല്ലാതാകുമ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്കും ദുഃഖവും പശ്ചാത്താപവും തോന്നാറുണ്ട്. ഇത് ഞാൻ എന്ത് ചെയ്തു എന്ന്. ആ സമയത്ത് നിങ്ങളുടെ തലച്ചോറും ശരീരവും നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കില്ല. അത് ഓട്ടോ പൈലറ്റ് മോഡിൽ പോകും. എന്നാൽ ആ നിമിഷം നിങ്ങൾ ദിവസത്തിലെ എല്ലാ സമ്മർദ്ദവും ക്ഷീണവും മറക്കും. അതിനുശേഷം ഞാൻ ചെയ്തത് ശരിയായില്ല എന്ന മനസ്സിലൊരു ഖേദം തീർച്ചയായും വരാറുണ്ടാകും. സ്വയം വലിയ പശ്ചാത്താപം തോന്നിയിട്ടുണ്ടാവും. നിങ്ങളിൽ പല കുട്ടികൾക്കും ഈ ഖേദമുണ്ടാകും. ഇന്നലെയും മിനിയാന്നും ഞാൻ വാക്കുകൊടുത്തതല്ലേ, ഇനി ഇത് ചെയ്യില്ലെന്ന്. പിന്നീട് മനസ്സിലൊരു കുറ്റബോധം വരും. പക്ഷെ പ്രശ്നം തുടങ്ങുന്നത് എവിടെയാണെന്ന് അറിയാമോ? കുറ്റബോധം വരുന്നത് നല്ല കാര്യമാണ്, പക്ഷേ ഇതൊരു അനന്തമായ ചക്രമായി മാറുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. നാളെയും ഇത് സംഭവിക്കുന്നു, മറ്റന്നാളും സംഭവിക്കുന്നു, 2 ദിവസത്തിന് ശേഷം വീണ്ടും സംഭവിക്കുന്നു. പിന്നീടൊരവസ്ഥ വരും, നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ കുറ്റബോധം പോലും ഇല്ലാതാവുന്നു. നിങ്ങളൊരു പോൺ സ്വയംഭോഗ അഡിക്റ്റായി മാറുന്നു. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റുകൾ പോലും കാണാൻ കഴിയാതെ വരുന്നു. ഇപ്പോൾ നിങ്ങൾ അഡിക്റ്റ് ആയി കഴിഞ്ഞതുകൊണ്ട് എവിടെയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളെ ന്യായീകരിക്കാൻ തുടങ്ങും. സ്വയംഭോഗത്തിന് ഒരു ദോഷവുമില്ല എന്ന്. നിങ്ങൾ ഗൂഗിളിൽ സ്വയംഭോഗത്തിന്റെ ഗുണങ്ങൾ എന്ന് തിരയുന്നു. നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം, എല്ലാ കാര്യങ്ങളുടെയും ഗുണങ്ങളും ദോഷങ്ങളും ഗൂഗിളിലും യൂട്യൂബിലും തിരയാൻ കഴിയും. നിങ്ങൾക്ക് 2 വശങ്ങളും കിട്ടും. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ ലഭിക്കും. എവിടെയെങ്കിലും നിങ്ങൾക്ക് തോന്നും സ്വയംഭോഗത്തിന് ഗുണങ്ങളുമുണ്ടെന്ന്. വീണ്ടും പറയുന്നു, ഈ വീഡിയോ യഥാർത്ഥത്തിൽ സ്വയംഭോഗത്തെക്കുറിച്ചല്ല, സ്വയംഭോഗത്തിന്റെയും പോണിന്റെയും അഡിക്ഷനെ കുറിച്ചാണ്. അതായത് നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന കെണിയെക്കുറിച്ചാണ്. എവിടെയെങ്കിലും ആ വീഡിയോകൾക്ക് ശേഷം ഈ അഡിക്ഷൻ മോശമല്ല, ദോഷകരമല്ല എന്ന് നിങ്ങൾ സ്വയം വിശ്വസിപ്പിക്കുന്നു. പിന്നീട് നിങ്ങൾ സ്വയംഭോഗത്തിനും പോണിനും അടിമകളായ ലക്ഷക്കണക്കിന് ആളുകളുടെ കൂട്ടത്തിൽ പെടുന്നു. എവിടെയെങ്കിലും നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ തെറ്റാണ്. കാരണം ഈ മസ്തിഷ്കം അപ്പോൾ നിങ്ങൾക്ക് അത്രയധികം ഡോപ്പമിൻ നൽകുന്നു. ആ ഡോപ്പമിന്റെ നിലവാരം മറ്റൊന്നുമായിട്ട് നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല. ഇതാണ് ജീവിതത്തിലെ ഏറ്റവും ആസ്വാദ്യകരമായ കാര്യം, മറ്റൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം പറയട്ടെ, ഒരു ലഹരിക്കടിമയായ വ്യക്തിയുടെയും ചൂതാട്ടത്തിന് അടിമയായ വ്യക്തിയുടെയും മനസ്സിൽ ഇതുതന്നെയാണ് നടക്കുന്നത്. ഈ സാധാരണ ശീലം നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തെ ഏറ്റെടുക്കാൻ തുടങ്ങുന്നു. ക്ലാസ്സുകളിലും നിങ്ങൾ ഇതെല്ലാം ചിന്തിക്കാൻ തുടങ്ങുന്നു. എതിർലിംഗത്തിലുള്ളവരെയും നിങ്ങൾ പതിയെ അതേ കണ്ണുകളോടെ കാണാൻ തുടങ്ങുന്നു. ഇതിനെല്ലാം പുറമെ നിങ്ങളിൽ പലർക്കും എല്ലാം സാധാരണമാണെന്ന് തോന്നും. ഇതെല്ലാം എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. പക്ഷെ നിങ്ങളിൽ ചിലർ മനസ്സിലാക്കുന്നു, ഇത് സാധാരണ കാര്യമല്ല, നമ്മുടെ ജീവിതം മറ്റുള്ളവരെ പോലെ അല്ല എന്ന്. ആർക്കൊക്കെയാണ് തോന്നാത്തതെങ്കിൽ ഒരു തെളിവ് കണ്ടോളൂ.
ഈ ഇമേജ് യഥാർത്ഥത്തിൽ ഒരു സാധാരണ മനുഷ്യന്റെ മസ്തിഷ്കത്തെ ഹീറോയിൻ അഥവാ മയക്കുമരുന്നിനടിമയായ ഒരു വ്യക്തിയുടെ മസ്തിഷ്കത്തോടും പോണിനടിമയായ ഒരു വ്യക്തിയുടെ മസ്തിഷ്കത്തോടും താരതമ്യം ചെയ്യുന്നു. ഈ ചിത്രത്തിൽ 80,000 ആളുകളിൽ നടത്തിയ ഗവേഷണം കാണിക്കുന്നു ഒരു പോൺ അഡിക്റ്റിന്റെ മസ്തിഷ്കം യഥാർത്ഥത്തിൽ ഒരു ഹീറോയിൻ അഥവാ മയക്കുമരുന്നിനടിമയായ വ്യക്തിയുടേതിനേക്കാൾ കൂടുതൽ കേടുപാടുകൾ സംഭവിച്ചതാണെന്ന്. അതുകൊണ്ട് ഈ പ്രശ്നത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളിൽ പല കുട്ടികളും ഇപ്പോൾ ഇത് മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. ഇതിൽ നിന്ന് പുറത്തു വരുന്നത് ഒരു അസാധ്യമായ കാര്യമാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഞാൻ ഈ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ അടുത്ത 30 ദിവസത്തേക്ക് നിങ്ങൾ ഇവ പിന്തുടർന്നാൽ ഇത് നിങ്ങളുടെ പോൺ ആസക്തിയുടെ അവസാനത്തെ പടിയായിരിക്കും. എന്താണ് ചെയ്യേണ്ടതും എങ്ങനെ ചെയ്യണമെന്നും ഇപ്പോൾ പറയാം. 1. ട്രിഗറുകൾ തിരിച്ചറിയുക, ഒഴിവാക്കുക. ഏറ്റവും ആദ്യം നിങ്ങളുടെ പോൺ സ്വയംഭോഗ രീതി തിരിച്ചറിയണം. അതിനർത്ഥം സ്വയംഭോഗം ചെയ്യാനോ പോൺ കാണാനോ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ഒറ്റപ്പെടലാണോ, ഏതെങ്കിലും സമ്മർദ്ദമാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കുമ്പോഴാണോ അങ്ങനെ ചെയ്യുന്നത്? ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ബോറടിക്കുമ്പോഴാണ് ഇതെങ്കിൽ നിങ്ങൾ സ്വയം തിരക്കിലാക്കുക. സുഹൃത്തുക്കളെ വിളിക്കുക, ഒരു ഗെയിം കളിക്കുക, വീഡിയോ ഗെയിംസ് കളിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റെന്തെങ്കിലും ജോലി ചെയ്യുക. ഇത് ഒറ്റപ്പെടലാണെങ്കിൽ കുടുംബാംഗങ്ങളുമായി സംസാരിക്കാൻ ശ്രമിക്കുക. സമ്മർദ്ദമുള്ളപ്പോഴും ഇത് വളരെ സഹായകരമാകും. നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഫിൽട്ടർ ചെയ്യുക. ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ ചില കോണ്ടന്റ് ക്രിയേറ്റർമാരുടെ അല്ലെങ്കിൽ 50%-ലധികം കോണ്ടന്റ് ക്രിയേറ്റർമാരുടെ ഉള്ളടക്കം നിങ്ങളെ ഇതിലേക്ക് കൂടുതൽ ആകർഷിക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾ അംഗീകരിക്കും. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഫീഡ് റീസെറ്റ് ചെയ്യാം. പക്ഷെ നിങ്ങളുടെ ഫീഡ് റീസെറ്റ് ചെയ്താലും ഇൻസ്റ്റഗ്രാം പഴയ കാര്യങ്ങൾ വീണ്ടും കാണിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊരു പുതിയ അക്കൗണ്ട് അല്ലെങ്കിൽ പുതിയ ID ഉണ്ടാക്കാം. കാരണം പഴയ പാറ്റേൺ ഇൻസ്റ്റഗ്രാം പിന്തുടരുന്നു. പുതിയ ID ഉണ്ടാക്കാൻ സാധ്യമല്ല എങ്കിൽ, കാരണം നിങ്ങളുടെ പഴയ അക്കൗണ്ടിൽ ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്തരം കോണ്ടന്റ് നൽകുന്ന ആളുകളെ ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങാം. റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ റാൻഡം റീൽസ് സ്ക്രോൾ ചെയ്യുന്നതിന് പകരം മുകളിലെ കോണിലെ ഐക്കണിൽ പോയി ഫോളോയിങ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങൾ ഫോളോ ചെയ്യുന്നവരുടെ റീൽസ് മാത്രം കാണാൻ സഹായിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ മൂല്യം കൂട്ടുന്നവരെ മാത്രം ഫോളോ ചെയ്യുക, അല്ലാതെ നിങ്ങളുടെ മനസ്സിൽ ഈ കാര്യങ്ങൾ നിറയ്ക്കുന്നവരെയല്ല. നിങ്ങളുടെ ശീലം ഉൽപാദകപരമായ കാര്യങ്ങളാൽ മാറ്റിസ്ഥാപിക്കുക. നോക്കൂ, വളരെ ലളിതമായ ഒരു യുക്തിയുണ്ട്. നമ്മൾ സ്വയംഭോഗം ചെയ്യുമ്പോഴോ നമ്മൾ പോൺ കാണുമ്പോഴോ നമ്മുടെ ശരീരത്തിൽ ഡോപ്പമിൻ പോലുള്ള ഹോർമോണുകൾ പുറത്തുവിടും. അവ മോശം രീതിയിൽ പുറത്തുവിട്ടതാണെങ്കിലും നമുക്ക് നല്ല അനുഭവം നൽകും. എന്നാൽ നിങ്ങൾ ഉൽപാദകപരമായി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണത്തിന് പുസ്തകം വായിക്കുക. രാത്രിയിൽ കൂടുതൽ ആസക്തി ഉണ്ടാകുമ്പോൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പുസ്തകം വായിക്കാൻ വേഗത്തിൽ ഉറങ്ങാൻ സാധിക്കും. അല്ലെങ്കിൽ രാവിലെ വ്യായാമം ചെയ്യാം. വ്യായാമം ഒരുപാട് തെളിയിക്കപ്പെട്ട ഒരു മാർഗമാണ്. ഇതിന് ഞാൻ മികച്ച മാർഗമെന്ന് പറയും, പോൺ അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടാൻ. കാരണം നിങ്ങളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ കാണുമ്പോഴോ വ്യായാമം ചെയ്യാൻ പോകുമ്പോഴോ ഒരുപാട് നല്ല വർക്കൗട്ട് നിങ്ങളുടെ ശരീരത്തിൽ ഡോപ്പമിനും ഓക്സിറ്റോസിനും പുറത്തുവിടും. പക്ഷേ ഇത് കഠിനാധ്വാനത്തിലൂടെ ലഭിച്ചതുകൊണ്ട് ആ മോശം രീതിയിൽ ലഭിച്ചതിനേക്കാൾ മികച്ച അനുഭവം നൽകും. എവിടെയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകും, ആ മോശം നിലവാരത്തിലുള്ള ഡോപ്പമിനും ഓക്സിറ്റോസിനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മൂല്യവും നൽകിയിട്ടില്ല എന്ന്. നിങ്ങളുടെ തലച്ചോറിനെയും നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളിത് പഠിപ്പിക്കാൻ തുടങ്ങും. ഈ ഡോപ്പമിനും ഓക്സിറ്റോസിനുമാണ് മോശം രീതിയിൽ ലഭിക്കുന്നതിനേക്കാൾ മികച്ചതെന്ന്. നിങ്ങളുടെ തലച്ചോറിനെ വീണ്ടും ക്രമീകരിക്കുക. നിങ്ങൾ സ്വയംഭോഗത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പോൺ കാണാൻ പോകുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ തലച്ചോറിന് ആ സമയത്ത് ഒന്നും മനസ്സിലാവണമെന്നില്ല. പക്ഷെ നിങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്കിത് തെറ്റാണെന്ന് തോന്നാറുണ്ട്, അല്ലേ? ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ തലച്ചോറുമായി യുദ്ധം ചെയ്യണം. നെഗറ്റീവ് ചിന്തകൾ പോസിറ്റീവിനേക്കാൾ വളരെ ശക്തമാണ്. അവിടെ നിങ്ങൾ സങ്കല്പിക്കുക, ഏത് ദൈവത്തെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അവർ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടോ എന്ന്. നിങ്ങളുടെ മനസ്സിൽ ഈ ചിന്ത വരുമ്പോൾ നിങ്ങളുടെ പിന്നാലെ നിന്നവർ നിങ്ങളെ നോക്കുന്നുണ്ടെന്ന് സങ്കല്പിക്കാൻ ശ്രമിക്കുക. അവരോട് സോറി പറയുക, എന്റെ മനസ്സിൽ ഈ ചിന്ത വന്നുവെന്ന്. ഇത് സ്വാഭാവികമായും ഒരു ആസക്തിയാണ്. പെട്ടെന്ന് ശരിയായി എന്ന് വരില്ല. ഇത് വീണ്ടും സംഭവിച്ചാൽ നിങ്ങൾക്ക് നെഗറ്റീവ് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് ക്ഷമ ചോദിക്കാം. ഇത് തലച്ചോറിനെ പുനഃക്രമീകരിക്കാനുള്ള വളരെ നല്ലൊരു മാർഗമാണ്. കാരണം ഇത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് നിങ്ങളെ വീണ്ടും വീണ്ടും ശക്തമായി ഓർമ്മിപ്പിക്കും. അമിതമായ ആസക്തികളെ നിയന്ത്രിക്കുക. ഇതുവരെ നമ്മൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും ചിലപ്പോൾ നിങ്ങൾക്കിത് ചെയ്യണമെന്ന് അതിയായി തോന്നുന്ന ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കാം. അതായത് ആസക്തികൾ അത്രയധികം വർദ്ധിച്ച നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാതെയാകാം. ആ സമയത്ത് നിങ്ങൾ ബോധപൂർവം ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ആദ്യം നിങ്ങൾ ശാന്തരാകുക. 5-10 മിനിറ്റ് ദീർഘമായി ശ്വാസമെടുക്കുക. സാധിക്കുമെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ആളുകളുള്ള മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോകുക. ഇത് വളരെ ഫലപ്രദമാണ്. ആ തലത്തിൽ ചിന്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങൾ ശ്രമിച്ചാൽ ഇത് സാധിക്കുമായിരിക്കും. ആ മുറിയിൽ നിന്ന് എഴുന്നേറ്റ് ആളുകൾ ഉള്ളിടത്തേക്ക് പോവുക, അല്ലെങ്കിൽ പുറത്ത് നടക്കാൻ പോവുക.
വീട്ടിനുള്ളിൽ നടക്കുന്നതിനേക്കാൾ പുറത്തു നടക്കാനാണ് ഞാൻ മുൻഗണന നൽകുന്നത്. കാരണം നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്കാണെങ്കിൽ ആ ആസക്തികൾ നിൽക്കില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ, ചിലപ്പോൾ ചിലരുടെ പോൺ കാണുന്നതിനും സ്വയംഭോഗം ചെയ്യുന്നതിനും ഒരു നിശ്ചിത സമയമുണ്ടാകും. ഒരുപക്ഷെ അത് ഉച്ചയാകാം, മാതാപിതാക്കൾ ജോലിക്ക് പോകുമ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കാകുമ്പോൾ, അല്ലെങ്കിൽ വൈകുന്നേരമാകാം, വീണ്ടും വീട്ടിൽ ആരുമില്ലാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തം റൂമിൽ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ രാത്രിയാകാം, വീണ്ടും റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ അവരുടെ ഫീഡിൽ എന്തെങ്കിലും വരുന്നു. പലർക്കും, പല കുട്ടികൾക്കും ഇത് ചെയ്യുന്നതിന് ഒരു നിശ്ചിത സമയമുണ്ട്. നിങ്ങൾ ആ സമയം തിരിച്ചറിയണം. ആ സമയത്ത് എങ്ങനെയെങ്കിലും നിങ്ങളെ തിരക്കിലാക്കുക. ഈ ജോലി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ പഠിക്കുകയാണെങ്കിലും പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിലും മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താലും ആ സമയത്ത് എങ്ങനെയെങ്കിലും നിങ്ങളെ തന്നെ തിരക്കിലാക്കുക. ഇപ്പോ എനിക്കറിയാം, ഈ വീഡിയോയുടെ കോമന്റ് സെക്ഷനിൽ ആളുകൾ വന്ന് പറയും, ഞങ്ങൾ ഈ വീഡിയോ കണ്ടു, സ്വയംഭോഗം മോശമാണ്. ഇവിടെ ഞാൻ ഒരു തവണ പോലും സ്വയംഭോഗം നല്ലതാണോ മോശമാണോ എന്ന് നിങ്ങളോട് സംസാരിച്ചില്ല. നമ്മളിവിടെ സംസാരിക്കുന്നത് അഡിക്റ്റ് ആകുന്നതിനെക്കുറിച്ചാണ്, അഡിക്ഷനെക്കുറിച്ചാണ്. ഒരു കാര്യം പറയൂ, നിങ്ങൾ എങ്ങനെ ഒരു വ്യക്തിയാണ്? നിങ്ങളുടെ തലച്ചോർ നിങ്ങളെ ഏതെങ്കിലും കാര്യത്തിന് അഡിക്റ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിനെ നിയന്ത്രിക്കാൻ കഴിയില്ലേ? നമ്മൾ സിനിമകൾ കാണുന്നു, സ്വന്തം മനസ്സിനെ നിയന്ത്രിച്ച മഹാന്മാരുടെ കഥകൾ, പ്രചോദനാത്മക വീഡിയോകൾ കാണുന്നു. ഇവിടെ വിഷയം എന്തിനെക്കുറിച്ചാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരാളുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. നിങ്ങൾ ഒന്നിന് അഡിക്റ്റായിപ്പോയി. അതൊരു കോൾഡ് ഡ്രിങ്ക് കുടിക്കുന്നതിന് അഡിക്റ്റ് ആയതാണെങ്കിൽ പോലും. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, ഞാൻ കോൾഡ് ഡ്രിങ്ക് കുടിക്കാറില്ലേ? കുടിക്കാറുണ്ട്. പക്ഷേ ഞാൻ കോൾഡ് ഡ്രിങ്ക് കുടിക്കുന്നതിന് അഡിക്റ്റാണോ? ഉത്തരം അല്ല എന്നാണ്. ഇവിടെ വിഷയം അഡിക്ഷനെക്കുറിച്ച് മാത്രമാണ്. കാരണം നിങ്ങളൊരു കെണിയിലകപ്പെട്ടു പോയി. നിങ്ങളുടെ സാമൂഹിക ജീവിതം നശിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് ആളുകളോട് സംസാരിക്കാൻ ലജ്ജ തോന്നും. എതിർലിംഗത്തിലുള്ളവരെ തെറ്റായ കണ്ണുകളോടെ കാണാൻ തുടങ്ങും. എവിടെയെങ്കിലും നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അതേ ചിന്തകൾ വരും. എവിടെയെങ്കിലും ഉൽപാദനക്ഷമത കുറയും. ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. ഒരു കാര്യം കൂടി പറയാം, ഈ പോൺ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തെറ്റായ പ്രതീക്ഷ സ്ഥാപിക്കും. അത് യഥാർത്ഥ ജീവിതത്തിൽ മുന്നോട്ടു പോയി വിവാഹം കഴിക്കുമ്പോഴോ വലുതാകുമ്പോഴോ ആ പ്രതീക്ഷകൾ നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിൽ പൂർത്തിയാകാതിരിക്കുമ്പോൾ ഇത് നിങ്ങളുടെ ബന്ധങ്ങളെയും നശിപ്പിക്കും. അതിനാൽ ശ്രദ്ധിക്കുക, ഏതൊരു കാര്യത്തിനുള്ള അഡിക്ഷനും മോശമാണ്. നിങ്ങൾക്കൊന്നിനെയും നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ തോറ്റുപോവുകയല്ലേ? നിങ്ങളുടെ തലച്ചോർ നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വികാരങ്ങളോട് തോൽക്കുകയാണ്. അതിനാൽ ഈ അഡിക്ഷനിൽ നിന്ന് ഇന്ന് തന്നെ പുറത്തു വരിക. മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ പിന്തുടരുക. നിങ്ങൾ വളരെ അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഡോക്ടറുമായി പോയി സംസാരിക്കാം. എനിക്ക് തോന്നുന്നത് ഡോക്ടറുടെ അടുത്ത് പോകേണ്ടതില്ലെന്ന്. മാതാപിതാക്കളോട് സംസാരിക്കാം. മാതാപിതാക്കളോട് സംസാരിക്കാൻ ധൈര്യമില്ലെങ്കിൽ സുഹൃത്തുക്കളോട് സംസാരിക്കാം. ഇവിടെ കമന്റ് സെക്ഷനിൽ ആളുകളുമായി സംസാരിക്കാം. പക്ഷേ ഈ അഡിക്ഷനിൽ നിന്ന് എത്രയും വേഗം പുറത്തു വരിക. നിങ്ങളുടെ തലച്ചോർ നിങ്ങളുടേതാണെന്നും അത് നിങ്ങളെക്കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിപ്പിക്കണമെന്നും അല്ലാതെ അത് ആഗ്രഹിക്കുന്നത് പോലെ അല്ലെന്നും നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.